ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നോജിൻ എന്നാണ്. കുറച്ച് യൂട്യൂബ് വീഡിയോസ് ഉണ്ട് എടുക്കുന്നുണ്ട്. നിങ്ങളോട് പ്രത്യേകിച്ചും പറയേണ്ട ആവശ്യമില്ല, കുറേ പേര് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ടോപ്പിക് അനുസരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. ലവ്, അത് ഒരു ആണും പെണ്ണും തമ്മിലുള്ള ലവ് അല്ലെങ്കിൽ സ്നേഹം, അല്ലെങ്കിൽ അതിലും എത്രയോ അത് ആദ്യമേ തന്നെ വചനം എടുക്കാം. ബൈബിളിൽ എന്താണ് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഓക്കെ, വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലുള്ള വായന 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സ്നേഹം സർവോത്കൃഷ്ടം. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല. അങ്ങനെ ബൈബിൾ വചനം പോകുന്നു. ഈ വചനം ഏതാണെന്ന് സൂക്ഷിച്ച് നമ്മളൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. വരാനിരിക്കുന്നത് ദൈവത്തിൻ്റെ കൈകളിൽ ഉള്ളതാണ്. നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ആഗ്രഹപ്പെടേണ്ട ആവശ്യം ഇല്ല. സ്നേഹം, മറ്റുള്ളവരെ സ്നേഹിക്കുക. നമുക്കിനി എത്ര നാൾ നമ്മൾ ഈ ലോകത്തിൽ വന്നത് നമ്മുടെ അറിവോടെയല്ല, പോകുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. അതുകൊണ്ട് ഈ ജീവിതം തീരുവോളം നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കാം. ഒരാളെ സ്നേഹിക്കുന്നതിന് നമുക്ക് ഒരു പ്രത്യേകിച്ച് വേറൊന്നും ചിലവാകുന്നില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് ശ്രമിക്കാം. ശത്രുക്കളെ പോലെ സ്നേഹിക്കാനാണ് ഈശോ നമ്മളെ കാണിച്ചു തന്നത്. കുരിശുമരണത്തിൽ തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമയിലൂടെ ഈശോ സ്നേഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവരും, നമ്മളെ ദ്രോഹിച്ചവരെ ആവട്ടെ, നമുക്ക് തിന്മ ചെയ്തവരാകട്ടെ, എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് ശ്രമിക്കാം. അതിനായിട്ട് സർവേശ്വരൻ നമ്മളെല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ, സ്നേഹത്തിൽ ഐക്യപ്പെടട്ടെ. ഏത് മതം, ജാതി, ഇതൊന്നും ഒരു വിഷയമല്ല. മനുഷ്യരാണോ പ്രകൃതിയാണോ എല്ലാത്തിനെയും നമുക്ക് സ്നേഹിക്കാനായിട്ട് കഴിയട്ടെ. അതിലൂടെ നമുക്ക് ഒത്തിരി ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.